ഓക്കെ, അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് എ ഡക്റ്റൈൽ മെറ്റീരിയൽ. ഓക്കെ, ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കർവ് വരയ്ക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന് ഒരുപാട് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് പോയിൻറ്റ് സാലിൻ പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെയും ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെയും സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ അവൻ്റെ ആ ഒരു ബിഹേവിയർ കാണിച്ചാൽ മതി, കർവ് എങ്ങനെ പോകുമെന്നുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എക്സ്പ്ലെയിൻ ദി സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ ഡക്റ്റൈൽ മെറ്റീരിയൽ. അഥവാ ഡക്റ്റൈൽ മെറ്റീരിയലിന് എക്സാമ്പിളായ മൈൽഡ് സ്റ്റീലോ ചിലപ്പോൾ കോപ്പറോ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അലൂമിനിയം, കാസ്റ്റ് അയൺ, അതൊക്കെയാണ് ബ്രിട്ടിൽ മെറ്റീരിയലായിട്ട് വരിക. ചിലപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരാം, എക്സ്പ്ലെയിൻ ദി സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ മൈൽഡ് സ്റ്റീൽ ഓർ എ കോപ്പർ. അപ്പോൾ അതെങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണമെന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ ഫസ്റ്റ് സീരീസിന് ഞാൻ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ശരി, അപ്പോൾ സ്ട്രെസ്സിൻ്റെ ആ ഒരു ഐഡിയൽ ഒരു എന്താ പറയുക ഒരു കറക്റ്റ് ബിഹേവിയർ നമ്മൾ ആദ്യം വരച്ച് കാണിക്കണം. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ച ശേഷം ദെൻ ദർ ഇസ് എ കർവ്. ഇങ്ങനൊരു കർവ് വന്നിട്ട് ചെറിയൊരു ബെൻഡിങ് പോലെ ഇങ്ങനെ ബെൻഡ് വന്നിട്ട് എന്നിട്ടൊരു താഴ്ച ഉണ്ടാവും. ദെൻ ദർ ഈസ് എ ഫ്ലക്ച്വേഷൻ. അതിന് ശേഷം പിന്നെ ഒരു അൾട്ടിമേറ്റ് പോയിൻറ്റ്. ദെൻ ദർ ഇസ് എ ബ്രേക്കിംഗ് പോയിൻറ്റ്. ഇത് പ്രോപ്പറായിട്ട് വരച്ച് കാണിക്കണം. ക്ലിയർ? അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന ഈ പോയിന്റ് നമ്മൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. അതിന് തൊട്ട് മുകളിൽ ഇ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊടുക്കാം. അപ്പം സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. ആദ്യമേ തന്നെ സ്ട്രെസ്സും സ്ട്രെയിനും അവിടെ എഴുതണം. ദെൻ ആദ്യത്തെ പോയിന്റ് ഇത് O0 ഓറിജിൻ, അതിനുശേഷം ഒരു പ്രൊപ്പോർഷണൽ ലിമിറ്റ് പി, ദെൻ ഇലാസ്റ്റിക് ലിമിറ്റ്, ദെൻ അപ്പർ ഈൽഡ് പോയിന്റ്, ലോവർ ഈൽഡ് പോയിന്റ്. ഈ രണ്ട് പോയിന്റുണ്ട്. അതിനുശേഷം അൾട്ടിമേറ്റ് പോയിന്റും മറ്റൊന്ന് ബ്രേക്കിംഗ് പോയിന്റുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പോയിന്റുകൾ എന്ന് പറയാം. P is called proportional limit point. Proportional limit point. അപ്പോൾ ആ വാക്ക് നിന്നുള്ള മീനിങ് തന്നെയാണ് ആ പോയിന്റുള്ളത്, പ്രൊപ്പോർഷണൽ. അതായത് നോക്കി, ആ പോയിന്റ് പി വരെ സിഗ്മ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ലീനിയർലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ലീനിയർലി പ്രൊപ്പോർഷണൽ ആണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അപ് ടു ദാറ്റ് പോയിന്റ്. ഇനി അടുത്ത പോയിൻ്റാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്ന പോയിന്റ് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് വരെ നമ്മൾ ഓബ്ജക്റ്റിനെ ലോഡ് ചെയ്ത് അതിന് ശേഷം ആ പോയിന്റ് വരെ നമ്മൾ ലോഡ് ചെയ്ത ശേഷം അൺലോഡ് ചെയ്താൽ ഇതിങ്ങനെ തന്നെ റീട്രേസ് ചെയ്യപ്പെടും. തിരിച്ച് ലോഡ് കുറച്ച് വരുന്നതനുസരിച്ച് കറക്റ്റ് സ്ട്രെയിൻ കറസ്പോണ്ടിങ് വന്ന് സീറോയിലെത്തും. അതായത് മെറ്റീരിയൽ യാതൊരുവിധ റെസിഡുവൽ പ്ലാസ്റ്റിസിറ്റി, റെസിഡുവൽ ഡിഫോർമേഷൻ ഉണ്ടാവത്തില്ല, പെർമനൻറ്റ് ഡിഫോർമേഷൻ ഉണ്ടാവത്തില്ല. ഈ വാക്കുകളെല്ലാം ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് if specimen is loaded up to elastic limit E, there will not be any permanent deformation. അപ്പോൾ ആ പോയിന്റ് വരെ നമ്മൾ ലോഡ് ചെയ്താൽ യാതൊരു പെർമനൻറ്റ് ഡിഫോർമേഷൻ മെറ്റീരിയൽ ഉണ്ടാകത്തില്ല. ഇനി അതിന് ശേഷം ഒരു പോയിന്റിൽ, ഈ കഴിഞ്ഞൊരു പോയിന്റിൽ ഞാൻ ലോഡ് ചെയ്യാണ്. അപ്പം എന്ത് സംഭവിക്കുന്നുണ്ടോ, അങ്ങനെ ലോഡ് ചെയ്ത ശരി ഇവിടെ വരെ ഞാൻ ലോഡ് കൂട്ടി, നമ്മൾ ആ മെഷീനിൽ വെച്ച് ലോഡ് കൂട്ടി. അതിനുശേഷം നമ്മൾ ലോഡ് കുറയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഈ ബ്ലാക്ക് കർവിലൂടെ പോകില്ല, പകരം തൊട്ടടുത്തൊരു പോയിന്റിലൂടെ ഇങ്ങനെ ആയിരിക്കും പോവാം. അങ്ങനെ വന്ന് നോക്കുവാണെങ്കിൽ സീറോ ലോഡ് ഉള്ളപ്പോഴും പോലും ഒരു പർട്ടിക്കുലർ സ്ട്രെയിൻ ആരിലുണ്ടാവും, നമ്മുടെ ഓബ്ജക്റ്റിൽ ഉണ്ടാവും. ദർ ഇസ് എ പെർമനൻറ്റ് ഡിഫോർമേഷൻ ഇൻ ദ മെറ്റീരിയൽ. ഇപ്പോൾ ആ ലോഡ് സീറോ ആക്കിയാൽ പോലും ഡിഫോർമേഷൻ ഉണ്ട്. അതാണ് നമ്മുടെ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ പോയിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ പോയിന്റിന് ശേഷം എവിടെ ലോഡ് ചെയ്താലും ഇതായിരിക്കും അവസ്ഥ, ഒരു കുറച്ച് ഡിഫോർമേഷൻ അതിന് ഉള്ളിൽ ഉണ്ടായിരിക്കും. ക്ലിയർ? അതാണ് ഈയുടെ പ്രത്യേകത. ഇനി ഈൽഡ് പോയിന്റ്, അടുത്ത പോയിന്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈൽഡ് പോയിന്റാണ്. വൈ ലെറ്റർ നമ്മൾ ഉപയോഗിക്കുക. ഈൽഡ് പോയിന്റ്, അപ്പർ ഈൽഡും ലോവർ ഈൽഡും ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഈൽഡ് പോയിന്റ് വേണ്ടി പറയണം. അപ്പോൾ ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിന് ശേഷം നമ്മൾ ലോഡ് കൂട്ടി വരും, ദർ വിൽ ബി എ ഡിഫോർമേഷൻ. അവിടെ ഡിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഈൽഡ് പോയിന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ഫർദർ ലോഡിങ് it will start elongation.
ക്ലിയർ? അങ്ങനെ പോകുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കുറച്ച് ഫിനോമിന ഉണ്ട്. അത് മെറ്റീരിയൽ സയൻസിൻ്റെ ഡീറ്റെയിലിൽ പറയുന്ന കാര്യമാണ്, നമുക്ക് പഠിക്കാനില്ല. അതിനുശേഷം ഒരു സ്ട്രെയിൻ ഹാർഡനിങ് പോർഷൻ ഉണ്ടോ, ഈ ഭാഗത്ത് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് സിറ്റുവേഷൻ എന്ന് പറയും. സ്ട്രെയിൻ ഹാർഡനിങ് സിറ്റുവേഷൻ അത് ഹാർഡൻ ചെയ്ത് പോകും. അതനുസരിച്ച് നമ്മൾ വീണ്ടും ലോഡ് കൊടുക്കാം. അങ്ങനെ ലോഡ് കൂടി 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 ഒരു അൾട്ടിമേറ്റ് പോയിന്റ്. സോ അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് പോയിന്റ് it is a maximum stress. It is the maximum stress specimen can withstand. Material or specimen or material can withstand before break. ഇതാണ് അൾട്ടിമേറ്റ് വരിക. ഓക്കെ, അതിനുശേഷം ഉള്ളത് ബ്രേക്കിംഗ് പോയിന്റ് ആണ്. ബ്രേക്കിംഗ് പോയിന്റ്, അപ്പോൾ ഈ പോയിന്റുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ബ്രേക്കിംഗ് പോയിന്റ്, ഇറ്റ് ഈസ് എ സ്ട്രെസ്. അപ്പോൾ എന്താ പറയാം, ഇറ്റ് ഈസ് എ സ്ട്രെസ് അറ്റ് ബ്രേക്കിംഗ് പോയിന്റ്. അതത്രേ പറയുള്ളൂ. ഇറ്റ് ഈസ് എ സ്ട്രെസ് അറ്റ് ബ്രേക്കിംഗ് പോയിന്റ്. ബ്രേക്കിംഗ് പോയിന്റ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു മൈൽ സ്റ്റോണിൻ്റെ കേസിൽ ചോദിക്കുവാണെങ്കിൽ മിക്കവാറും എന്താ പറയുക, അത് വലിയ 7-15 മാർക്കിൻ്റെ ക്വസ്റ്റിൻ്റെ ഒരു പാർട്ടായിട്ടേ ചോദിക്കാനും ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പ്രൊപ്പോർഷണൽ ലിമിറ്റ് ഉണ്ട്, ഇലാസ്റ്റിക് ലിമിറ്റ് ഉണ്ട്, ഈൽഡ് പോയിന്റ് ഉണ്ട്, അപ്പർ ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ട്, അപ്പർ അൾട്ടിമേറ്റ് സ്ട്രെസ് ഉണ്ട്, ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വരച്ച് നോക്കി പഠിക്കുക. ഇങ്ങനെ നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ കയ്യിലൊരു പേപ്പർ കിട്ടുവാണെങ്കിൽ 2 തവണ വരച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെമ്മറി നിങ്ങൾക്ക് കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ വരച്ച് തന്നെ നോക്കണം. പറ്റുമെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഒരു തവണ എഴുതി നോക്കാം. ഓക്കെ.